ഈ സ്ത്രീയുടെ പേര് കേസെടുക്കണം. ഈ സ്ത്രീക്ക് നാണമില്ലേ? സ്ത്രീകൾക്കെല്ലാം അപമാനമായിട്ട് സ്ത്രീകളെ നിങ്ങൾക്ക് നാണക്കേട് വരുത്തി വെക്കാത്ത സ്ത്രീയെ നിങ്ങൾ വീട്ടിൽ പോയിരിക്കേണ്ട സ്ത്രീയെ നിങ്ങൾ ഈ സ്ത്രീക്ക് പകരം ഒരു പുരുഷനായിരുന്നുവെങ്കിൽ എന്തെല്ലാമായിരുന്നു അവിടെ അടി നടന്നതിന് അല്ലേ? ഈ ഇതുപോലുള്ള സ്ത്രീകളെ എടുത്ത് അകത്തേക്കിടണം. അവിടെ ആടിക്കൊഴിഞ്ഞ് വേണമെങ്കിലേ ആടിക്കൊഴിയാണെങ്കിൽ വീട്ടിൽ പോയിരുന്ന് ആടിക്കൊഴിയണം. ഏത് സ്ത്രീയാണ്, ഏത് കുടുംബത്തിൽ നിന്നാണ് ഇവർ വരുന്നത്? ഇവരുടെ ജീവിത പശ്ചാത്തലം എന്താണ്? ബാക്ക്ഗ്രൗണ്ട് എന്താണ്? എന്താ പ്രത്യേകത? നിങ്ങൾക്ക് തന്നെ എന്നാ കൊമ്പുണ്ടോ? ഇങ്ങനെ ഒരു നാണവും മാനവും ഇല്ലാതെ കോട്ടയം നാഗമ്പടത്ത് രാവിലെ നടന്ന ഒരു സംഭവമാണ്. യുവതി മദ്യപിച്ച് ലക്ക് കെട്ട് എന്താണ് മദ്യവും മയക്കുമരുന്നും ഒക്കെയാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത്രയ്ക്ക് കോലാഹലങ്ങളാണ് അവിടെ നടത്തിക്കൂട്ടിയത്. ഭയങ്കര അതിക്രമങ്ങളാണ്. അതായത് തെറി പറയുന്നു, ആണുങ്ങളെ പോലും വെല്ലുന്ന തരത്തിലുള്ള എന്താണ് ഭയങ്കര രീതിയിലുള്ള സംസാരവും ആടിക്കുഴഞ്ഞുള്ള ആ പ്രവൃത്തിയും ആ നിൽപ്പും ഭയങ്കര അതിക്രമങ്ങൾ ആണ് അവിടെ. അതിലെ റോഡിൽ പോയ ആൾക്കാർക്കും എന്താണ് റോഡിന് തടസ്സമാകുന്ന രീതിയിൽ വളരെ യുവതിയുടെ ഭയങ്കരമായ കുറേ പെർഫോമൻസുകളാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. ഈ മദ്യത്തിന് ഇപ്പം നേരത്തെ പുരുഷന്മാരൊക്കെ ആയിരുന്നു എന്താണ് സമൂഹത്തിലിറങ്ങി ഇതുപോലെയുള്ള കോപ്രായങ്ങൾ, അതായത് കള്ള് മദ്യപിക്കുക, എന്താണ് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക, എന്നിട്ട് മറ്റുള്ളവരോട് ഭയങ്കര രൂക്ഷമായിട്ട് സംസാരിക്കുക, ഷൗട്ട് ചെയ്ത് സംസാരിക്കുക, അതിക്രമങ്ങൾ കാണിക്കുക, മർദ്ദനമുറകളൊക്കെ എല്ലാവരോടും കാണിക്കുക. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ അല്ലെങ്കിൽ നേരത്തെയൊക്കെ ഇത്തരം സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. യുവതികളൊക്കെ അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ എന്താണ് വീടിനകത്ത് വളരെ മാനം മര്യാദയൊക്കെ ആയിട്ട് മര്യാദയോടുകൂടി വളരെ ശാന്ത സ്വഭാവത്തോടു കൂടി സ്ത്രീകളിരിക്കുകയും പുരുഷന്മാർ ഇതുപോലെയുള്ള അതിക്രമങ്ങൾ കാണിക്കുകയൊക്കെ ചെയ്ത കാലങ്ങളൊക്കെ പോയിട്ട് ഇപ്പോൾ സ്ത്രീകളാണ് ഇങ്ങനെ ഒരു നാണവും മാനവും ഇല്ലാതെ സമൂഹത്തിലേക്ക് ഇറങ്ങി മദ്യവും മയക്കുമരുന്നിനുമൊക്കെ അടിമയായിട്ട് നടന്ന് സമൂഹത്തിനൊരു സ്ത്രീകൾക്ക് തന്നെ അപമാനമായിട്ടുള്ള വലിയ വലിയ കോമാളിത്തരങ്ങളും സംഭവങ്ങളും ഒക്കെയാണ് ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ കൂടി നമുക്ക് അറിയാൻ കഴിയുന്നത്. നമ്മളെല്ലാവരും കണ്ട വീഡിയോ, രാവിലെ കണ്ട വീഡിയോ ആണ്. നമുക്കൊക്കെ നാണക്കേടായി, എല്ലാവർക്കും നാണക്കേടാണ്, അപമാനമാണ് അല്ലേ? അതായത് വീട്ടിൽ ഒതുക്കിക്കൂടി ഒന്നെങ്കിൽ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു സഹോദരി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു അമ്മയായിക്കോട്ടെ ആയിക്കോട്ടെ, അവർ വീട്ടിൽ മര്യാദയ്ക്ക് ഒരു ജോലി ചെയ്ത് ജീവിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ വളരെ കുടുംബാംഗങ്ങളോട് വളരെ സൗഹൃദമായിട്ടും അല്ലെങ്കിൽ ബഹുമാനത്തോടെയും ഒക്കെ ജീവിച്ചു പോരേണ്ട സ്ത്രീകൾ ഇപ്പോൾ സമൂഹത്തിൻ്റെ മുന്നിൽ ജനങ്ങളുടെ ഇടയിൽ വന്ന് ഇത്തരം കോമാളിത്തരങ്ങൾ നിന്ന് തന്നെ പറയേണ്ടി വരും. ഇത്തരം സംഭവങ്ങൾ ഇപ്പം നമുക്കൊരു വലിയ കാഴ്ച തന്നെയാണ്. കാരണം ഇപ്പം പലയിടങ്ങളിലും ഇതുപോലുള്ള സംഭവങ്ങൾ ഇപ്പം അറിയുന്നുണ്ട്. ഇതൊക്കെ അധികാരിയുടെ ശ്രദ്ധയിൽപ്പെട്ട് ഇതുപോലുള്ള സംഭവങ്ങൾ ഈ നാട്ടുകാരുടെ ഇടയിൽ വന്ന് അല്ലേ, ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഓരോ ആൾക്കാരും ഇവിടെ ഇരിക്കുന്നത്. അവർക്കൊക്കെ പ്രകോപനം വരുത്തുന്ന രീതിയിൽ ആ വീഡിയോയ്ക്കകത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ആ സ്ത്രീ പുരുഷന്മാരെ വെല്ലുന്ന തരത്തിലുള്ള അതിക്രമങ്ങൾ അല്ലേ, ലക്ക് കെട്ട് നാക്ക് കൊണ്ടൊന്നും തിരിയത്തില്ലാത്ത രീതിയിൽ ഇങ്ങനെ നടക്കുകയാണ്. മദ്യപിച്ച് ലക്ക് കെട്ട് മയക്കുമരുന്നിനും എല്ലാം ഉപയോഗിക്കുന്നതാണെന്ന് കണ്ടാൽ അറിയാം. അത്തരം നാണം കെട്ട പരിപാടിയൊക്കെ സ്ത്രീകൾക്ക് നാണമില്ലേ? മര്യാദയ്ക്ക് വീട്ടിനകത്തിരിക്കാതെ വീട്ടിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പോയി മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കേണ്ട ഒരു സ്ത്രീയാണ്, മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള ഇത്തരം കോമാളിത്തരങ്ങളൊക്കെ നിർത്തേണ്ട കാലം അതിക്രമിച്ചു. ഇത് ഏത് സ്ത്രീയാണ്, ഏത് കുടുംബത്തിൽ നിന്നാണ് ഇവർ വരുന്നത്? ഇവരുടെ ജീവിത പശ്ചാത്തലം എന്താണ്? ബാക്ക്ഗ്രൗണ്ട് എന്താണ്? നാണക്കേട് നിങ്ങൾക്കൊക്കെ പണത്തിൻ്റെ അഹങ്കാരമാണോ ഇത്? ഇതിന് പകരം ഇപ്പോൾ ഈ സ്ത്രീക്ക് പകരം ഒരു പുരുഷനായിരുന്നുവെങ്കിൽ എന്തെല്ലാമായിരുന്നു അവിടെ അടി നടന്നതിന് അല്ലേ? ഈ സ്ത്രീ മറ്റുള്ളവരെ അടിക്കുന്നുണ്ട്. ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർ തിരിച്ച് അടിക്കുന്നില്ല എന്തൊന്ന് വീഡിയോയിൽ കാണുന്ന അവർ തടസ്സം പിടിക്കുന്നതും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സ്ത്രീക്ക് ഇത്രയധികം ലൈസൻസ് കൊടുത്ത ആരാണ്? ഈ സ്ത്രീ ഏതാണ്? ഈ സ്ത്രീ എവിടുത്തെയാണ്? ഈ സ്ത്രീ എവിടെ നിന്ന് വരുന്നു? ഇതെന്താണ് സംഭവം? ഈ സ്ത്രീക്ക് നാണമില്ലേ? സ്ത്രീകൾക്കെല്ലാം അപമാനമായിട്ട് സ്ത്രീകളെല്ലാം ഇങ്ങനെ ആടിക്കുഞ്ഞ് നടക്കുവാണോ? നിങ്ങൾക്ക് എന്താ പ്രത്യേകത? നിങ്ങൾക്ക് തന്നെ എന്നാ കൊമ്പുണ്ടോ? നിങ്ങൾക്ക് നാണക്കേട് വരുത്തി വെക്കാത്ത സ്ത്രീയെ നിങ്ങൾ വീട്ടിൽ പോയിരിക്കേണ്ട സ്ത്രീയെ നിങ്ങളെ കണ്ടാൽ അറിയാലോ. നിങ്ങൾക്ക് നല്ല പ്രായമുള്ള സ്ത്രീയാണ്. നിങ്ങൾ അത്ര കൊച്ചു 17 വയസ്സൊന്നും അല്ല നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് എന്താ ഇവിടെ സമൂഹത്തിൽ ഇങ്ങനെ വന്ന് മറ്റുള്ള ആൾക്കാർക്ക് നാണക്കേട് വരുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് എന്താ കാര്യം? ഇത്തരം ബൈക്കേ വന്ന് ആടിക്കൊഴിഞ്ഞ് നടന്ന് വല്ല അപകടവും അവിടെ വരുത്തി വെച്ചിരുന്നതുകൊണ്ടല്ലോ നീയൊക്കെ സമാധാനം പറയേണ്ടി വരും. അവിടെ ആടിക്കൊഴിഞ്ഞ് വേണമെങ്കിലേ ആടിക്കൊഴിയാണെങ്കിൽ വീട്ടിൽ പോയിരുന്ന് ആടിക്കൊഴിയണം.
സമൂഹത്തിൽ വന്ന ജനങ്ങൾ വിവിധ തരത്തിലുള്ള പ്രായത്തിലുള്ള ആൾക്കാരാണ് ഇതിലെ യാത്ര ചെയ്യുന്നത്. കൊച്ചു കുട്ടികളെയും കൊണ്ട് ഗർഭിണികളായ സ്ത്രീകൾ, സാധാരണക്കാരായ സ്ത്രീകൾ, വാർദ്ധക്യത്തിലുള്ള ജനങ്ങൾ, സാധാരണ പുരുഷന്മാരെ, സ്ത്രീകൾ, ഇവരെയൊക്കെ ഈ യാത്രാ തടസ്സം ഉണ്ടാക്കിക്കൊണ്ട് എന്താണ്, അതായത് ഈ മദ്യപിക്കണമെങ്കിലേ മയക്കുമരുന്ന് മദ്യപാനോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരുന്ന് മദ്യപിക്കണം. എന്തിനാണ് മറ്റുള്ളവരെ ശല്യം ചെയ്യാനായിട്ട് വരുന്നത്? പോലീസുകാർക്ക് പണി ഉണ്ടാക്കാനുമായിട്ട് എന്തിനാണ് നിങ്ങൾ വരുന്നത്? അവിടെ എന്തെങ്കിലും അപകടം ഉണ്ടായിരുന്നെങ്കിൽ നീ സമാനം പറയുമായിരുന്നോ? അവിടെ എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിലോ? ലക്ക് കെട്ട് നടക്കാൻ എന്താ നിന്റെ വീടാണോ ഇങ്ങനെ ലക്ക് കെട്ട് നടക്കാനായിട്ട്? സമൂഹത്തിൽ പല ആൾക്കാരവിടെ അതിൽ നടന്ന് യാത്ര ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഒരു എന്താണ് അപമാനമായിട്ട്, അല്ലെങ്കിൽ അവർക്കൊക്കെ ശല്യം, ഒരു പൊതുശല്യമായിട്ട് മാറുക എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ പേര് കേസെടുക്കണം. ഈ സ്ത്രീയുടെ പേര് കേസെടുത്ത് അതത്ര നിസ്സാരമാക്കി കളയരുത്. ഇവരൊരു അപകടം ഉണ്ടാക്കിയിരുന്നെങ്കിലോ? ഇവർ വണ്ടി ഓടിച്ച് വന്ന് ലക്ക് കെട്ട് മദ്യപിച്ചിട്ട്, ലക്ക് കെട്ട് മയക്കുമരുന്നും കഴിച്ചിട്ട് ലക്ക് കെട്ട് നടന്ന് ഒരു അപകടം ഉണ്ടാക്കിയെങ്കിൽ എത്രയോ പേരുടെ ജീവൻ അവിടെ നഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ ജീവൻ കളഞ്ഞതിന് ശേഷം ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ജീവൻ കളഞ്ഞതിന് ശേഷം അല്ല, ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് തക്കതായ ശിക്ഷയാണ് കൊടുക്കേണ്ടത്. ഇവരെ കർശന നടപടി സ്വീകരിക്കണം. ഇവരുടെ പേര് കേസെടുക്കണം. അതായത് ഇത് അത്ര നിസ്സാരമല്ല. ഇപ്പം എന്താ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് ഇവരുടെ പേരിലൊന്നും കേസെടുക്കത്തില്ല, ഇവരെ അങ്ങ് വിട്ടയക്കും. എന്നിട്ട് പോയി എന്താണ്, ഇവർക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ്സും അറിയത്തില്ലാതെ ഇവർ വീണ്ടും ഇത് ആവർത്തിക്കും. അപ്പോൾ എത്രയോ പേരുടെ ഇനി ആൾക്കാരുടെ ജീവൻ പൊലിഞ്ഞു പോയിട്ട് മാത്രമേ ഇവരെ ശിക്ഷിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ച് അകത്തോട്ടിടണം. സാധാരണ ജനങ്ങൾക്ക് അപമാനമായിട്ട്, സാധാരണ ജനങ്ങൾക്ക് തടസ്സമായിട്ടിരിക്കുന്ന ജീവിത വൃത്തിക്ക് വേണ്ടി ഓരോ ജനങ്ങളും ഇറങ്ങി യാത്ര ചെയ്യുന്നിടത്ത് തടസ്സമായിട്ട് നിൽക്കുന്ന ഈ സ്ത്രീയെ ഇതുപോലുള്ള സ്ത്രീകളെ എടുത്ത് അകത്തേക്കിടണം. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും എടുത്ത് കുറച്ച് നാൾ അകത്ത് കിടക്കട്ടെ. അപ്പം മാത്രമേ മനുഷ്യർക്ക് സമാധാനമായിട്ട് വഴിയിറങ്ങി നടക്കാൻ പറ്റത്തുള്ളൂ. ഇത്തരം നിയമം കൂടെ ഇവിടെ വരണം. ഇവരിപ്പോൾ ശല്യമാക്കിയിട്ട് ഒരു കുറേ മണിക്കൂറുകൾ അവിടെ തടസ്സം വന്നല്ലോ. എത്രയോ പേര് അവിടെ നിന്ന് കാണുന്നത് നമുക്ക് വീഡിയോക്കകത്ത് കാണാം. ഇതെന്താണ് വെള്ളരിക്കപ്പെട്ടോ? ഇവിടെ ഒന്നും ആർക്കും ചോദിക്കാനില്ലേ? നിയമങ്ങളില്ലേ? ഇത് തന്നെ നിയുക്തമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഇതുപോലുള്ള കാര്യങ്ങൾ എടുത്ത് കേസാക്കണം, ഫയലാക്കണം. അല്ലാതെ വെറുതെ ഇത് നിസ്സാരമാക്കി കളയരുത്. ഇനി മറ്റുള്ളവരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടേ ഇവരുടെ പേര് കേസാവത്തുള്ളൂ. ഇതുപോലുള്ള കാര്യങ്ങൾ എന്താണ് സമയോചിതമായിട്ട് തന്നെ ഉദ്യോഗസ്ഥന്മാർ ഇടപെടുക. ഇത്തരം കാര്യങ്ങൾക്ക് അവിടെ കർശനമായ നടപടി സ്വീകരിക്കുക.